ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ടു മൈ ചാനൽ കളർഫുൾ യാൺസ് ബൈ സീനു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി തുലിപ്പ് ഫ്ലവറിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ടാണ്. ഇത് നമ്മൾക്ക് എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഫ്ലവറാണ്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് വിശദമായിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കണ്ടു നോക്കണം, എന്നാലേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾക്ക് ഈ ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എന്തൊക്കെയാണ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞു തരാം. വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഞാൻ എടുത്തിട്ടുള്ളത് യെല്ലോ കളർ അക്രിലിക് യാണാണ്. ഈ യാണ് വെച്ചിട്ടാണ് തുലിപ്പ് ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ അതിൻ്റെ ഉള്ളിൽ സ്റ്റഫ് ചെയ്യാൻ വേണ്ടിയിട്ട് കോട്ടൺ എടുത്തിട്ടുണ്ട്. കോട്ടൺ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് യാണിൻ്റെ ബാക്കി വന്ന പോർഷൻസ് കട്ട് ചെയ്ത് കളയണതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉപയോഗിക്കുക. പിന്നെ ഹുക്ക് വേണം, ഗമ്മ് വേണം, പിന്നെ കത്രിക, പിന്നെ ഇതുപോലത്തെ ഒരു വയറ് വേണം. ഇതിൻ്റെ അറ്റൊന്ന് ചെറുതാക്കി മടക്കിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഹുക്ക് വന്നിട്ട് 2.5 ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾക്കൊരു മാജിക് റിംഗ് ആണ് ഇട്ട് കൊടുക്കേണ്ടത്. ആദ്യം മാജിക് റിംഗ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളൊരു മാജിക് റിംഗ് ഇട്ടിട്ടുണ്ട്. ഇനി ആ റിങ്ങൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. മാജിക് റിങ്ങിലേക്ക് ആദ്യം തന്നെ നമ്മളൊരു ചെയിൻ ഇട്ട് കൊടുക്കുക. ആദ്യം ഒരു ചെയിൻ ഇടുക. എന്നിട്ട് ഈ റിങ്ങിൻ്റെ ഉള്ളിലാണ് ഇനി ബാക്കി വർക്കൊക്കെ നമ്മൾ ചെയ്തെടുക്കുന്നത്. ഈ റിങ്ങിൻ്റെ ഉള്ളിൽ 6 സിംഗിൾ ക്രോഷ്യാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് ഒരു സ്റ്റിച്ച് മാർക്കർ എന്തായാലും നമ്മളെ കയ്യിൽ വേണം. അതില്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു പിന്നായാലും മതി. സ്റ്റിച്ചൊന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്, ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു പിന്നെടുക്കുക. ഇനി നമ്മൾക്ക് വർക്ക് ചെയ്ത് തുടങ്ങാം. ആദ്യം തന്നെ ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യ. ഓക്കെ, ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യ ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. അതിലേക്ക് സ്റ്റിച്ച് മാർക്കർ ആഡ് ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ ഇത് മൊത്തത്തിൽ കൺഫ്യൂഷനായി പോവും. ഏതാണ് ഫസ്റ്റ് ചെയ്ത സ്റ്റിച്ച് എന്നുള്ളത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാവും. രണ്ടാമത്തെ സിംഗിൾ ക്രോഷ്യ ചെയ്തു. മൂന്നാമത്തേത് ഇതാ, മൂന്നാമത്തെ സിംഗിൾ ക്രോഷ്യയും ചെയ്ത് കഴിഞ്ഞു. 4, 5, 6. ഇപ്പോൾ ഇതാ 6 എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ എന്തായാലും കൗണ്ട് ചെയ്ത് നോക്കണം കേട്ടോ. ആദ്യമായിട്ട് ചെയ്യണവരൊക്കെ കൗണ്ട് ചെയ്ത് തന്നെ പോകണം. ഇനി ആ ചെറിയ ടൈലൈൻ്റെ പിടിച്ചിട്ട് വലിച്ചാൽ മാജിക് റിങ് ക്ലോസ് ആയി കിട്ടും. ഇപ്പോൾ ആ ഹോളൊക്കെ അടഞ്ഞ് ക്ലോസ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഫസ്റ്റ് ചെയ്ത സിംഗിൾ ക്രോഷ്യ ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതാ നമ്മൾ ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെയിന് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി ഈ ചെയിൻ ആഡ് ചെയ്ത അതേ സ്റ്റിച്ചിലേക്ക് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. ഈ രണ്ടാമത്തെ റൗണ്ട് എന്ന് പറയുമ്പോൾ മൊത്തം വരുന്നത് 12 സിംഗിൾ ക്രോഷ്യയാണ് ചെയ്യാനുള്ളത്. സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ് എന്നാണ് പറയുന്നത്. ഓരോ സ്റ്റിച്ചിലും 2 വീതം സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷ്യ വെച്ചിട്ട് 6 സ്റ്റിച്ച് ആവുമ്പോൾ മൊത്തം 12 സ്റ്റിച്ചാണ് ഈ റൗണ്ടിൽ വരേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്ത സ്റ്റിച്ചിലേക്ക് 2 എണ്ണമാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അതിലത്തെ ആദ്യം ചെയ്ത സ്റ്റിച്ചിലേക്ക് സ്റ്റിച്ച് മാർക്കർ ആഡ് ചെയ്ത് കൊടുക്കുക. അതെന്തായാലും ചെയ്യണം, അല്ലെങ്കിൽ മൊത്തത്തിൽ തെറ്റിപ്പോവും. അപ്പോൾ 2 എണ്ണം ചെയ്ത് കഴിഞ്ഞു.
ഒരു ഇൻക്രീസാണ് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത ഇൻക്രീസാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ രണ്ടാമത്തെ ഇൻക്രീസ് ചെയ്തു. ഇപ്പോൾ മൊത്തം 4 സ്റ്റിച്ചായി. മൂന്നാമത്തെ, നാലാമത്തെ ചെയ്തെടുക്കുക. 1 അതേ ചെയിനിൽ തന്നെ സ്റ്റിച്ചിൽ തന്നെ 2 എണ്ണം ചെയ്യുക. അഞ്ചാമത്തെയാണ് ചെയ്യുന്നത്. ഇനി ഒരെണ്ണം കൂടിയേ ബാക്കിയുള്ളൂ. ഒരു സ്റ്റിച്ച് അവിടെ ഉണ്ട്, അതിൽ 2 സിംഗിൾ ക്രോഷ്യ ചെയ്യുക. ഇപ്പോൾ മൊത്തം 12 സിംഗിൾ ക്രോഷ്യ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്ന് കൗണ്ട് ചെയ്തിട്ട് ഉറപ്പ് വരുത്തുക 12 എണ്ണം തന്നെ ഇല്ല എന്നുള്ളത്. അല്ലെങ്കിൽ നമ്മൾ എന്താണോ ഉണ്ടാക്കുന്നത് അതിൻ്റെ ഷേപ്പ് മൊത്തം മാറിപ്പോവും. എന്നിട്ട് ഫസ്റ്റ് ചെയ്ത ആ ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ രണ്ടാമത്തെ റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ടൊരു ചെയിൻ ഇട്ടിട്ട് മൂന്നാമത്തെ റൗണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മൂന്നാമത്തെ റൗണ്ടിൽ ആ സ്റ്റിച്ചിൽ തന്നെ ഒരു സിംഗിൾ ക്രോഷ്യ കൊടുക്കുക. അതിൽ ഇൻക്രീസ് വരുന്നത് 1, ആദ്യത്തെ ഒരു സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷ്യ, രണ്ടാമത്തെ സ്റ്റിച്ചിൽ വരുന്നത് 2 സിംഗിൾ ക്രോഷ്യ. അപ്പോൾ 1 2 1 2 എന്നുള്ള പാറ്റേൺ ആണ് മൂന്നാമത്തെ റൗണ്ടിൽ ഫുള്ളായിട്ട് വരുന്നത്. മൊത്തം നമുക്ക് 18 സ്റ്റിച്ചാണ് മൂന്നാമത്തെ റൗണ്ടിൽ കിട്ടേണ്ടത്. അപ്പോൾ ആദ്യത്തെ സ്റ്റിച്ചിൽ ഞാൻ ഒരു സിംഗിൾ ക്രോഷ്യ ഇട്ട് കൊടുത്തു. രണ്ടാമത്തതിൽ ഇൻക്രീസ് അഥവാ 2 സിംഗിൾ ക്രോഷ്യ, മൂന്നാമത്തെ സ്റ്റിച്ചിൽ 1, നാലാമത്തതിൽ 2. അങ്ങനെ ഈ പാറ്റേൺ മൊത്തം കംപ്ലീറ്റ് ചെയ്യുക. കഴിഞ്ഞാൽ 18 സ്റ്റിച്ചാണ് മൊത്തം നമുക്ക് കിട്ടേണ്ടത്. വൺ ടു 1 2 ആ ഒരു പാറ്റേൺ ആണ് ഇത് മൊത്തം കംപ്ലീറ്റ് ചെയ്തിട്ട് എടുക്കേണ്ടത്. മാറിപ്പോവരുത്. സ്റ്റിച്ചൊന്നും മാറിപ്പോവാതെ ശ്രദ്ധിച്ച് തന്നെ ഇട്ടിട്ട് പോവുക. 2 സിംഗിൾ ക്രോഷ്യ, ഓക്കെ. ഇനി ഇപ്പോൾ മൊത്തം 18 സ്റ്റിച്ചാണ് നമുക്ക് വേണ്ടത്. അത് കൗണ്ട് ചെയ്തിട്ട് തന്നെ ഉറപ്പ് വരുത്തണം 18 ഇല്ല എന്നുള്ളത്. 9 10 11 12 13 14 15 18. അപ്പോൾ 18 സ്റ്റിച്ച് ഉണ്ട്. നമുക്ക് ഫസ്റ്റത്തെ ഹോളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാം. അപ്പം മൂന്നാമത്തെ റൗണ്ട് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചെയിൻ ഇട്ട് കൊടുക്കുക. നാലാമത്തെ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റത്തെ സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷ്യ, സ്റ്റിച്ച് മാർക്കർ ആഡ് ചെയ്യുക. രണ്ടാമത്തെ സ്റ്റിച്ചിലും ഒരു സിംഗിൾ ക്രോഷ്യ. ഈ റൗണ്ടിൽ വരുന്നത് 1 1 2 1 1 ഇൻക്രീസ്. അങ്ങനെയാണ് ഈ പാറ്റേൺ മൊത്തം വരുന്നത്, നാലാമത്തെ റൗണ്ടിൻ്റെ പാറ്റേൺ.
1 1 ഇൻക്രീസ്. അപ്പോൾ 2 എണ്ണം ചെയ്തു, ഒരു ഇൻക്രീസ് ചെയ്തു. അപ്പോൾ മൊത്തം 4 സ്റ്റിച്ചായി. അതേപോലെ തന്നെ അടുത്തത് ചെയ്യാം. 1 സിംഗിൾ ക്രോഷ്യ, 1 സിംഗിൾ ക്രോഷ്യ, അടുത്ത സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷ്യ. ഇതാണ് നാലാമത്തെ റൗണ്ടിൻ്റെ പാറ്റേൺ. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ട് പോവാം. പ്രത്യേകം ശ്രദ്ധിക്കുക, മാറിപ്പോവരുത്. സ്റ്റിച്ചൊക്കെ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണോ ഉണ്ടാക്കുന്നത് അതിൻ്റെ ഷേപ്പ് മൊത്തത്തിൽ മാറിപ്പോവും. ഓക്കെ, ഈ സ്റ്റിച്ച് ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ, നാലാമത്തെ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് കിട്ടേണ്ട സ്റ്റിച്ചിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 24 24 സ്റ്റിച്ച് നമുക്ക് കിട്ടണം. അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ കൗണ്ട് ചെയ്തിട്ട് 24 ഇല്ലേ എന്നുള്ളത് കൗണ്ട് ചെയ്ത് ഉറപ്പ് വരുത്തണം. ലാസ്റ്റ് സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി ഫസ്റ്റ് ഇട്ട സിംഗിൾ ക്രോഷ്യയിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാം. ആദ്യം നമുക്ക് കിട്ടിയിട്ടുള്ളത് 24 എണ്ണം തന്നെയല്ലേ എന്നുള്ളത് കൗണ്ട് ചെയ്തിട്ട് ഉറപ്പ് വരുത്തട്ടോ. റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുക. ചെയിൻ 1, അടുത്ത റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുക. അടുത്തത് 5ാമത്തെ റൗണ്ടാണ്. 5ാമത്തെ റൗണ്ടിൽ ഫുൾ എല്ലാ സ്റ്റിച്ചിലും 24 സ്റ്റിച്ച് ഉണ്ട്. ആ 24 സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷ്യോ വീതവും ചെയ്ത് കൊടുക്കുക. 1 സിംഗിൾ ക്രോഷ്യ. അപ്പോൾ ആദ്യത്തെ സിംഗിൾ ക്രോഷ്യ ചെയ്ത് സ്റ്റിച്ച് മാർക്കർ ആഡ് ചെയ്ത് കൊടുക്കുക. ബാക്കി 24 സിംഗിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. 1 2 3 4 5 അങ്ങനെ 24 എണ്ണം ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ 24 സിംഗിൾ ക്രോഷ്യ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് ഫസ്റ്റത്തെ സിംഗിൾ ക്രോഷ്യയിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാം. ചെയിൻ 1 ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇപ്പോൾ 5 റൗണ്ട് കംപ്ലീറ്റ് ചെയ്തു. ഇനി 6ാമത്തെ റൗണ്ടാണ്. 6 തൊട്ട് 12 വരെയുള്ള റൗണ്ടിൽ നമ്മൾ ചെയ്യാൻ പോണത് ഈ സെയിം സ്റ്റിച്ച് തന്നെയാണ്. 24 സിംഗിൾ ക്രോഷ്യ ചെയ്യാം. അപ്പോൾ ഞാനിതാ 12 സ്റ്റിച്ച് വരെ റൗണ്ട് വരെ അതേ പാറ്റേൺ തന്നെ ഫോളോ ചെയ്തു. 1 2 3 4 5 6 7 8 9 10 11 12 12 റൗണ്ട് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുക. സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ,
ചെയിൻ 1 ചെയ്യുക. ഇപ്പോൾ 24 സ്റ്റിച്ചാണ് മൊത്തം ഉള്ളത്. ആദ്യത്തെ ടെയിൽ എൻഡ് അതിൻ്റെ ഉള്ളിലേക്കാക്കി കൊടുക്കുക. ഇനി നമ്മൾ കോട്ടൺ ഫില്ല് ചെയ്യണം. അതിൻ്റെ മുന്നേ ആദ്യം ഈ വയർ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ മാജിക് റിങ്ങിൻ്റെ ആ ചെറിയ ഹോൾ ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ കൂടെ താഴത്ത് കൂടെ അങ്ങനെ ഇട്ട് കൊടുക്കുക. കണ്ടോ? ഇനി ഇതിൽ കോട്ടൺ ഫില്ല് ചെയ്യണം. ആദ്യം നമുക്ക് യാണ് കട്ട് കുറച്ചധികം ടെയിൽ എൻഡ് ഇട്ടിട്ട് വേണം യാണ് കട്ട് ചെയ്ത് മാറ്റാൻ കേട്ടോ. ഓക്കെ, ഇനി ഇതുപോലെ ഒരു നീഡിലെടുക്കുക. ഈ യാണ് അതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് ഓക്കെ, ഇനി കോട്ടൺ ഫില്ല് ചെയ്യുക. കോട്ടൺ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ എന്തെങ്കിലും വർക്കൊക്കെ ചെയ്തതിൻ്റെ ബാക്കി വരുന്ന യാണിൻ്റെ എൻഡുകൾ ഉണ്ടാവില്ലേ, അതൊക്കെ നമുക്കിതിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി 24 സ്റ്റിച്ചല്ലേ മൊത്തം ഉള്ളത്, അത് അവിടെ നിന്നിട്ട് നമ്മൾ അതിൻ്റെ സെൻറ്റർ കണ്ടുപിടിച്ച് 12 സ്റ്റിച്ച് 12ാമത്തെ സ്റ്റിച്ചിൻ്റെ അവിടെ നീഡിൽ കൊടുത്തിട്ട് നമുക്ക് അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്താൽ മതി. 12ാമത്തെ സ്റ്റിച്ചിൽ കണ്ടോ? ഇപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് ടൈ ചെയ്ത് കൊടുക്കുക. ഇനി അപ്പുറത്തെ സൈഡ് ടൈ ചെയ്യണം. അതിന് ഹുക്ക് നീഡിൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക. ഇവിടുന്ന് അങ്ങോട്ട് ഇപ്പോൾ ഒരു ഭാഗത്ത് 12 സ്റ്റിച്ച് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് 6ാമത്തെ സ്റ്റിച്ച് സെൻറ്റർ ആക്കിയിട്ട് അങ്ങനെ ഉള്ളിലേക്ക് എടുക്കുക. ഞാൻ പറയണതിനേക്കാളും കൂടുതൽ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ഇനി തിരിച്ച് അതേപോലെ തന്നെ ഇതിൻ്റെ സെൻറ്ററിലേക്ക് ഇവിടെയും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം നമ്മളുടെ ഫ്ലവർ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. കണ്ടോ? ഷേപ്പൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നീഡിൽ നമ്മളെ ഫ്ലവറിൻ്റെ ഉള്ളിൽ കൂടെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക. വല്ലാതെ പിടിച്ച് വലിക്കരുത് കേട്ടോ. യാണ് അങ്ങനെ ആകുമ്പോൾ ഫ്ലവറിൻ്റെ ഷേപ്പ് മാറിപ്പോവും. ടൈറ്റായിട്ട് ഒരു മീഡിയം ലെവലിൽ വലിച്ചെടുത്തിട്ട് ഒരു 2-3 തവണ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക. ഉണ്ടോ? ഈ ആണ് തിരിച്ചിങ്ങോട്ട് പുറത്തേക്ക് വരാൻ പാടില്ല. ടൈ ചെയ്തത് 2-3 പ്രാവശ്യം ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അവിടെ. ഇപ്പോൾ ഏകദേശം നമ്മളെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഒന്ന് ഷേപ്പൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ചെയ്യാൻ പോകുന്നത് ആ വയറുണ്ടല്ലോ, അവിടെ നമുക്ക് സ്റ്റെമ്മിന്
പച്ച കളറ് യാണ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യണത്. കണ്ടോ, ഈ യാണ് ചുറ്റി കൊടുക്കണം. അപ്പോൾ അവിടെ ആദ്യം ഗമ്മാക്കി കൊടുക്കണം. ഗമ്മാക്കി കൊടുത്തിട്ട് നന്നായിട്ട് ചുറ്റി എടുക്കുക. ഇങ്ങനെ ചുറ്റിയിട്ട് നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ട, സ്റ്റെമ്മിന് എത്ര ലെങ്ത്ത് വേണോ അത്രയും നമ്മൾ ചുറ്റിയെടുക്കുക. ബാക്കിയുള്ള ഭാഗം വയറ് നമുക്ക് കട്ട് ചെയ്ത് കളയാം. അവിടെ ഗമ്മ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ അതവിടെ നിന്നോളും. ബാക്കിയുള്ളത് കട്ട് ചെയ്ത് കളയുക. കണ്ടോ, ഇപ്പോൾ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇനി അതിനൊരു ലീഫ് കൊടുക്കണം. ഞാൻ ഇതിന് ലീഫ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ വേറെ അപ്ലോഡ് ചെയ്യാം, എങ്ങനെയാണ് ഈ ലീഫ് ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പം നമ്മളുടെ പാകത്തിനനുസരിച്ചിട്ട് എവിടെയാണോ ലീഫ് വേണ്ടിയത് അതിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അതും ഇതുപോലെ ചുറ്റിയിട്ട് കൊടുത്തിട്ട് അവിടെ ഉറപ്പിച്ച് കൊടുക്കുക. ഗമ്മ് തേച്ചിട്ട് അതും സെക്യൂർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ബാക്കിയുള്ള സ്റ്റെമ്മിൻ്റെത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. നമ്മളുടെ ഫ്ലവറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്ലവർ ഞാൻ കുറച്ചധികം ഫ്ലവർ വേറെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ ഒരു ബണ്ടിലൊക്കെ ആയിട്ട് ഒരു ഫ്ലവർ വേസിലൊക്കെ വെച്ചാൽ നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഒരുപാട് വീഡിയോസായിട്ട് ഇനി ഞാൻ വരും, സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്തത് നമ്മൾക്ക് ഈ തുലിപ്പിൻ്റെ ഈ ലീഫ് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.